ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. സ്ഥാനാർത്ഥി വോയ്സ്. പഴയന്നൂർ ബ്ലോക്ക് എളനാട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി PV വിനു സ്വന്തം പ്രചരണ വാഹനത്തിലെ അനൗൺസർ. കൗതുകമായി ഈ ജനകീയ ശബ്ദം. അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങളുടെ പെൻഷൻ 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചതാരാ? ഇടതുപക്ഷമല്ലേ? ആ ഇടതുപക്ഷത്തിനല്ലേ നിങ്ങൾ വോട്ട് നൽകേണ്ടത്? നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന PV വിനുവിന് അരുവാൾ ചുറ്റിക നക്ഷത്രമാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എളനാട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയായ PV വിനു തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും വലിയ കൗതുകമായി മാറിയിരിക്കുന്നത്. തന്റെയും മുന്നണിയിലെ മറ്റ് സ്ഥാനാർത്ഥികളുടെയും വോട്ട് അഭ്യർത്ഥിച്ച് പ്രചരണ വാഹനത്തിൽ മൈക്ക് കയ്യിലെടുത്ത് അനൗൺസറായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. ഒരു സ്ഥാനാർത്ഥി തന്നെ സ്വന്തം ശബ്ദത്തിൽ ആവേശത്തിലും താളത്തിലുമുള്ള അനൗൺസ്മെന്റ് നടത്തുമ്പോൾ ആളുകൾ ആകാംക്ഷയോടെ കാതോർക്കും. ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരു പുതിയ ടച്ച് നൽകിയിരിക്കുകയാണ്. മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അനൗൺസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരക്കിട്ട തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എനിക്കെന്റെ ആ കടമയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. PV ബിനു തന്റെ കൗതുകകരമായ നീക്കത്തെക്കുറിച്ച് CCBയോട് പ്രതികരിച്ചു. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനൗൺസ്മെൻ്റ് ആയല്ല. ഞാൻ CPIMൻ്റെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ 30 വർഷക്കാലമായി ഒരു എളിയ പ്രവർത്തകനായി ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയുടെ ബ്രാഞ്ച് അംഗം മുതൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുണ്ട്. കർഷക തൊഴിലാളിയുടെ എളനാട് മേഖല പ്രസിഡന്റാണ്. CA2 എളനാട് മേഖലയുടെ ഭാരവാഹിയാണ്. CA2 ഏരിയ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ രാഷ്ട്രീയ പരിചയവും പരിജ്ഞാനവും ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് രക്തത്തിൽ കലർന്ന ഒരു സംഗതിയാണ്. ഈ സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കുന്ന ഈ ദിവസത്ത് പോലും ഞാൻ ഈ വണ്ടിയിൽ ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ആത്മബന്ധം തുടർന്നു കൊണ്ടുപോവുകയാണ്. ഈ തിരക്കുള്ള വേളയിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വോട്ടർമാരുടെ നേരിട്ട് കാണുന്നതിന് പകരം ഈ വണ്ടിയിൽ കയറി അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ തീർച്ചയായും ഞാൻ പല വീടുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ചെന്നപ്പോൾ എനിക്കൊരു ചെറിയ വിജയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അവർ എനിക്ക് ഈ ഒരു അവസരം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഈ അനൗൺസ്മെൻറ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. തുടർന്നും ഈ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു എളിയ പ്രവർത്തനമായി ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് മുന്നോക്കം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു പാർട്ടി എൻ്റെ പിന്നിലുണ്ട് എന്നതാണ് എൻ്റെ വലിയ ശക്തി. ഈ അനൗൺസ്മെൻറ്റ് എന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണായി കാണുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടി ഒരു എളിയ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു എളിയ പ്രവർത്തകനായി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാധാരണ കേട്ടുമടുത്ത രീതികളിൽ നിന്നും മാറി നിൽക്കുന്നതിനാൽ സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. സ്ഥാനാർത്ഥി കൂടിയായ അനൗൺസർ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ തന്റെ തിരഞ്ഞെടുപ്പ് അഭ്യർത്ഥന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളും കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എളനാട് ഡിവിഷന്റെ സമഗ്ര വികസനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ശുദ്ധജലം എല്ലാവരിലും എത്തിക്കുക, കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി പുതിയ കൃഷിരീതികൾ നടപ്പിലാക്കുക, ആരോഗ്യ സ്ഥാപനങ്ങളുടെ നിലവാരമുയർത്തുക, വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നവീകരണവും സമയബന്ധിതമായി പൂർത്തിയാക്കുക, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വയം തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛന്മാരെ, അമ്മമാരെ,
നിങ്ങളുടെ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചതാരാ? ഇടതുപക്ഷമല്ലേ? നിങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിനല്ലേ നൽകേണ്ടത്? ഇടതുപക്ഷത്തിന്റെ കരുത്തനായ സാരഥി സഖാവ് സുരേഷ് എന്ന കണ്ണന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരുവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് എളനാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട PV ബിനുവിന് അരുവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ 32 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് അംഗീകാരമായി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടായി നൽകിക്കൊണ്ട് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സഖാവ് സുരേഷിനെയും സഖാവ് PV ബിനുവിനെയും സഖാവ് KR സത്യനെയും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്വന്തം ശബ്ദത്തിലൂടെ മുന്നണിയുടെയും തന്റെയും വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന PV ബിനുവിന്റെ ഈ ജനകീയ ശബ്ദം ഈ തെരഞ്ഞെടുപ്പിൽ എളനാട് ഡിവിഷനിൽ ഒരു പുതിയ തരംഗമാകുമെന്നാണ് LDF പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. CCV ന്യൂസ്, പഴയന്നൂർ.